നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ശശി തരൂർ, അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ്, ദേശീയ നേതൃത്വത്തിന് AICCക്ക് ഇനിയും കൃത്യമായി ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി കോൺഗ്രസ് കാണേണ്ട രണ്ട് ബഹുമുഖ പ്രതിഭകളാണ്. ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കും തങ്ങളുടേതായ വർക്കിംഗ് സ്പേസിനപ്പുറത്തേക്ക് ആരാധകരുണ്ട്, ഫോളോവേഴ്സുണ്ട്, സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഈ രണ്ട് നേതാക്കളെയും കോൺഗ്രസ് കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കുന്ന കാലം വിദൂരമല്ല. നമുക്കറിയാം, മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ AICC അധ്യക്ഷ സ്ഥാനത്ത് ഖാർഗെക്കെതിരെ മത്സരിച്ച് 10,000 വോട്ടുകൾ ഖാർഗെ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിൽ ആ ഖാർഗെയെ ഒരുപക്ഷെ വിജയിക്കുന്നതിൽ അദ്ദേഹത്തിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല, AICCക്കുള്ളിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സര സാന്നിധ്യം കാഴ്ചവെച്ച ശശി തരൂർ ഖാർഗെയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പാർട്ടിക്ക് അനിഷേധ്യനായ നേതാവാണ്. തുടർച്ചയായി 3 തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മികച്ച രീതിയിലുള്ള പോരാട്ടം നടത്തി വിജയിച്ച ശശി തരൂറിന് തീർച്ചയായും അദ്ദേഹം അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കേണ്ടത് അനിവാര്യമാണ്. കോൺഗ്രസ് 2014-ലും 2019-ലും ദയനീയമായി ഇന്ത്യാ തലത്തിൽ പരാജയപ്പെട്ട് അധികാരം നഷ്ടപ്പെട്ടപ്പോഴും ശശി തരൂരിനെ പോലുള്ളവർ കോൺഗ്രസ്സിനെ എത്രമാത്രം പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിപക്ഷ വികാരത്തെ ആളി കത്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ മുൻഗണന കാട്ടിയ നേതാവ്. ഡോക്ടർ ശശി തരൂരിനെയും സച്ചിൻ പൈലറ്റിനെയും AICCയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ശക്തമായ ഒരു വികാരമുണ്ട്. DK ശിവകുമാറിന് കർണാടകയുടെ കൂടുതൽ ചുമതലകൾ നൽകേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരുപക്ഷെ സിദ്ധരാമയ്യ ഈ ടെന്യൂർ പൂർത്തിയാക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ DKക്ക് തന്നെ ആയിരിക്കും കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനം നൽകുക. DKക്ക് അതിലാണ് കൂടുതൽ താല്പര്യവും. കനകപുര മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് DK ശിവകുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇതിലേറ്റവും പ്രാധാന്യമെന്നത് മോദിക്കെതിരെ ഈ ത്രയം സച്ചിൻ പൈലറ്റ്, ശശി തരൂർ, DK ശിവകുമാർ ഈ കോംബോ വളരെയധികം ഹിറ്റായി തന്നെ BJPയുടെ നടുവൊടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. BJPക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ ഭയപ്പാട്. കോൺഗ്രസിൽ ഉശിരുള്ളവർ നിരവധി ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇപ്പോഴും കോൺഗ്രസ്സിനാവതുണ്ട്, കെൽപ്പുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഒരു ഉമ്മിത്തി പോലെ തിരിച്ചു വരാനും പടർന്നു പന്തലിക്കാനും ശക്തിയുള്ള കെൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു.